ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് വരുമ്പം എടുത്തിട്ടുള്ള വീഡിയോസാണ്. അതുപോലെ നാട്ടിലെ കുറേ വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ യു എയിലെ കുറച്ച് വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണിന്ന് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ യു എയിൽ എത്തിയിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് ഇവിടെ യു എയിലുണ്ട് കേട്ടോ. അപ്പം ഈ വ്ളോഗ്സൊക്കെ ഷെയർ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി, അതാണ് സംഭവം. അപ്പം നാട്ടിൽ നിന്ന് വരുന്ന ദിവസം ഉള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഫുഡിൻ്റെ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അറിയാമല്ലോ, നമ്മൾ ആ ഒരു തിരക്കിൽ സാധാരണ ഞാൻ എപ്പോഴും എടുക്കുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നല്ല ബിസിയായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത പോലെ തോന്നും. എന്നാലും ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നാട്ടിലെ വ്ളോഗ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ചിക്കൻ 65ഉം മട്ടൺ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇക്കാൻ്റെ ചെറിയ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി തിരിച്ച് യു എയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്ന ആ ഒരു തിരക്കിലാട്ടോ. ഇത്തവണ ഞാൻ പാക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ കാണിക്കുന്നല്ലേ. പിന്നെ ഇത്തവണ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. എന്തോന്നറിയില്ല, അധികം കൊണ്ടുപോകാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പാക്കിംഗ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉംറ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ അധികം കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല, ഡ്രസ്സൊന്നും അധികം കൊണ്ടുവന്നില്ലായിരുന്നു. ആ കൊണ്ടുവന്ന പാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹാൻഡ് ബാഗേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്, കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില. അതൊക്കെയാണല്ലോ നമ്മൾ മെയിനായിട്ട് നാട്ടിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകുക. പിന്നെ ഇത്തവണ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പച്ചക്കുരുമുളക് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു ഇത്തവണ നമ്മൾ നാട്ടിൽ വന്നപ്പോൾ. പക്ഷേ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഞാൻ ഒരു പച്ചക്കുരുമുളകും കാന്താരിയൊക്കെ വെച്ചിട്ടുള്ളൊരു അയല വറ്റിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിവസം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഒരൊറ്റ വ്ളോഗിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് റെസിപ്പി മാത്രം ഞാൻ വേറൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ കാസ്റ്റ് ആൻഡ് പാൻ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ. അപ്പോൾ കാന്താരിമുളക് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. കാന്താരിമുളക് ഇവിടെ മോരിലൊക്കെ ഇടാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പപ്പായ എടുക്കുവാണ്, ഇത്തിയുണ്ട് കൂടെ. പിന്നെ അന്നേ ദിവസം തന്നെ ആയിരുന്നു അവിടെ തേങ്ങടലും തേങ്ങ പൊളിക്കലും അങ്ങനെയുള്ളതൊക്കെ. അതൊക്കെ ഞാൻ ഒരു ലാസ്റ്റ് വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു ദിവസം ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്, പക്ഷേ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസം അത്യാവശ്യം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അതാ പപ്പായ പച്ച എടുത്തിട്ടുണ്ട്, പഴുത്തതും എടുത്തിട്ടുണ്ടായിരുന്നു. പഴുത്ത പിന്നെ നമ്മളപ്പോൾ കഴിച്ചു, അങ്ങനെയൊക്കെ. പിന്നെ മൂപ്പ് കൂടിയത് നമുക്ക് ഉപ്പേരിക്കായിട്ടും കറിക്കുമായിട്ടുള്ള പപ്പായാണ് വേണ്ടത്. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ത കൂടെ വന്നിട്ടുള്ളത് കേട്ടോ. ഞാനാണെങ്കിൽ ചിലപ്പം മൂപ്പ് കൂടിയതൊക്കെ എടുത്ത് കൊണ്ടുപോകും. പിന്നെ അത് പഴുപ്പ് കൂടിയാൽ പിന്നെ നമുക്ക് കറി വെക്കാൻ പറ്റില്ലല്ലോ. മെയിനായിട്ട് ഞങ്ങൾക്ക് കറി വെക്കാനാണ് വേണ്ടത്. ഇനിയിപ്പോൾ കറിവേപ്പില എടുക്കണം. ഇവിടെ കറിവേപ്പില മാഷാഅല്ലാഹ് ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ട്. പക്ഷേ ഞാനിതുപോലെ അങ്ങനെ കവറിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. കവറിൽ നമ്മൾ വെള്ളമൊന്നും ഇല്ലാണ്ട് കവറിൽ വെച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ജസ്റ്റ് കവറിൽ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു മാസത്തിന് മുകളിൽ വെക്കും. അത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കവറിൽ കെട്ടി വെക്കാറാണ്. ഒരു കുഴപ്പം ഉണ്ടാവാറില്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ. അതുപോലെ വെള്ളം ഉണ്ടാവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. വെള്ളം ഉണ്ടെങ്കിൽ അത് കേടായി പോവും. പിന്നെ കറിവേപ്പില നാട്ടിലാവുന്ന സമയത്ത് നമുക്ക് അധികം ആവശ്യമില്ലാത്ത പോലെ തോന്നും, പക്ഷേ യു എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ആവശ്യമായിരിക്കും കറിവേപ്പിലൊക്കെ. എനിക്ക് എല്ലാത്തിലേക്കും കറിവേപ്പില വേണ്ടി വരും, അപ്പോൾ കറിവേപ്പില ഉണ്ടാവില്ല. അപ്പോൾ തവണ അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിവേപ്പില അതിങ്ങനെ ഞാൻ കൊമ്പൊക്കെ ഒടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം ആ കൊമ്പ് ഒടിച്ചാൽ അവിടെ വേറെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിയിൽ പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് അതിമേലിരുന്നു. പിന്നെ ഇക്കാനുമ്മ അവിടെ വേറെ ഇക്കാക്ക് സ്പെഷ്യൽ ഉണ്ടാക്കുവാണ്, ബ്രെയിന് തലച്ചോറ് എന്തോ ഒരു സംഭവം ഉണ്ടാക്കുവാണ്. അത് ഇക്കാൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇനി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള മാന്തൽ വാങ്ങിക്കാനായിട്ട്, ഫ്രഷ് ആയിട്ടുള്ള മാന്തൽ വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ. അതിനായിട്ട് ഫിഷ് മാർക്കറ്റിലോട്ട് പോകുന്ന വഴി ഞങ്ങളുടെ വീടിൻ്റെ എഞ്ചിനീയറുടെ കസിനാണത്, അവരെ കണ്ടു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി തന്നെയാണ് ഞങ്ങളുടെ എളാപ്പയുടെ വീട്, ഇക്കാൻ്റെ എളാപ്പയുടെ വീട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് മത്തൻ്റെ ഇല എടുക്കാനുണ്ട്. മത്തൻ്റെ ഇല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊക്കെ നോർമലായിട്ട് നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയാം മത്തൻ്റെ ഇല, ചിരങ്ങേൻ്റെ ഇല അങ്ങനെയൊക്കെയാണ്. ശരിക്കും മത്തനില, ചിരങ്ങയില അങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കിട്ടുന്നില്ല. നമ്മൾ മലപ്പുറത്ത് വരിക, നമ്മൾക്ക് നമ്മുടെ നോർമൽ ഭാഷയല്ലേ മിക്ക സമയത്തും വരിക.
പിന്നെ ഇപ്പം ഞാനിത് മത്തൻ്റെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. ആ ഒരു കമൻറ്റിൽ പറഞ്ഞ പോലെ മത്തനില, മുരിങ്ങയില അങ്ങനെയൊക്കെ പറയണമെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു. ഇനി അത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കുവാണ്. സിപ്പ് ലോക്ക് ബാഗിൽ 1/2 kg വെച്ചിട്ടാണോ, അല്ല 3/4 1.5 kilo ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഒരു സിപ്പ് ലോക്ക് ബാഗിൽ 3/4 അപ്പുറത്തേൽ 3/4 അങ്ങനെ 1.5 kilo ആണ് കൊണ്ടുപോകുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ള മാന്തൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നന്നായിട്ട് ഫ്രീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ വെള്ളം മൂറി വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാക്കിങ് വേറൊരു നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. വെള്ളം പുറത്തേക്ക് വരാത്ത രീതിയിൽ റാപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ UAE വന്നതിന് ശേഷം ഞങ്ങൾ അത് ഉണ്ടാക്കി കഴിച്ചും ചെയ്തിട്ടോ. അപ്പോൾ ഇതാ പാക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് പാക്ക് ചെയ്യേണ്ട. ഓരോന്നോരോന്ന് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയത്ത് ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ ഇവിടെ UAE വന്നാലും ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെക്കുമ്പോൾ തന്നെ നല്ല വൃത്തി തന്നെ വെക്കാൻ നോക്കിയിട്ടുണ്ട്. ഇനി അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് അയണിൻ്റെ പാത്രം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാസ്റ്റിൻ്റെ പാത്രം എങ്ങനെയുണ്ടെന്നൊക്കെ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മുമ്പും കാസ്റ്റിൻ്റെ പാത്രം വേറെ ബ്രാൻഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ആ ഒരു തുരുമ്പുടിക്കുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇൻഡസ് വാലിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിൽ പറയുവാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഈ ഒരു 3 സെറ്റ് അടങ്ങുന്ന കുക്ക് വെയർ സെറ്റും അതിൻ്റെ കൂടെ തട്ക പാനും കൂടി വരുന്നത് 2949 റുപ്പീസിനാണ്. എൻ്റെ കോഡും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഐഷ എന്നുള്ള കോഡും കൂടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഓഫറിൽ കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ആവശ്യമുള്ളവർ വാങ്ങിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ നല്ല ബിസിയായിരുന്നു. എനിക്ക് അന്ന് വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു. പുറത്ത് ഇൻസ്റ്റഗ്രാമിലേക്കുള്ള വീഡിയോ ആയിരുന്നു ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ പുറത്തേക്ക് പോകാണ്ടായിരുന്നു. അതൊന്നും ഞാനിതിൽ കൊടുക്കുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരലും പോലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മളെല്ലാവരും കൂടി, ഞാനും ഇത്തിയും മക്കളും എല്ലാവരും കൂടി തിരൂരിലോട്ട് പോവാണ്. കാരണം ഇക്ക ഓൾറെഡി തിരൂരിലേക്ക് വേറെ ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്കാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടി തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ പോകുന്ന വഴിയിൽ ഇക്കാനെ പിക്ക് ചെയ്യണം. പിന്നെ എനിക്ക് 7 എളാപ്പന്മാരുണ്ട് കേട്ടോ. അതിൽ മഹബൂളാപ്പനെ മാത്രമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പേർക്കും അറിയാം. ഇത് എൻ്റെ വേറൊരു എളാപ്പയാണ്, സെലിയാപ്പ എന്ന് പറയും. സെലീം എന്നാണ് പേര്. അപ്പം എളാപ്പനെ അവിടെ നിന്ന് കണ്ടു. എളാപ്പൻ്റെ അടുത്ത് പോയതായിരുന്നു ഇക്ക. അങ്ങനെ പിന്നെ ഇക്ക നമ്മുടെ കൂടെ കയറി. പിന്നെ അവിടുന്ന് ഇക്കാൻ്റെ അമ്മായിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ എൻ്റെ ഉപ്പ, എല്ലാവരും തിരൂരാണല്ലോ, അപ്പോൾ എൻ്റെ ഉപ്പ ഞങ്ങൾക്കുള്ള സാധനങ്ങൾ കൊണ്ട് അവിടെ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിൻ്റെ വീട്ടിലോട്ട് പോയി. അമ്മായിൻ്റെ വീട് റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീടൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങോട്ടേക്ക് വരണം. എന്താണെന്നറിയോ, അവിടെ പൂച്ചയുണ്ട്. റോസിന് പ്രത്യേകിച്ച് റോസിനും റൂഹിക്കൊക്കെ ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടുത്തെ പെറ്റ്സാണിത്. അപ്പോൾ നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചകളാണ്. അപ്പോൾ അതിനോട് കളിക്കാൻ വേണ്ടിയിട്ട് റോസു ആദ്യം തന്നെ നമ്മളെ കൂടെ വരും എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുട്ടുപൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപ്പ പാക്ക് ചെയ്തിട്ട് ഞങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളത് എടുത്തിട്ട് ഞങ്ങൾക്ക് പോകാമല്ലോ. പിന്നെ ഉപ്പ പിന്നെ പോകാൻ നേരം നെക്സ്റ്റ് ഡേ പുലർച്ചെ വന്നാൽ മതിയല്ലോ. അപ്പോൾ എൻ്റെ ഉപ്പയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ വ്ളോഗിൽ റൂയിമോള് ചിപ്സ് അവിടുത്തെ മക്കൾക്ക് കൊടുക്കാഞ്ഞിട്ട് ഇങ്ങനെ ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് ഷെയറിങ് ചെയ്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു പ്രായമുള്ള മക്കൾ അങ്ങനെ തന്നെയാണ്. അതിനിപ്പം എൻ്റെ വീട്ടിലും കുറേ കുട്ടികളുണ്ട്, അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് കുട്ടികളുടെ കാര്യം. ഒരു ഏജ് കഴിഞ്ഞാൽ അത് അവർ മാറും. റോസിൻ്റെ കാര്യം തന്നെ അറിയാമല്ലോ. റോസിൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ് എന്താ അങ്ങനെ വാശി പിടിക്കുന്ന അങ്ങനെ ഇങ്ങനെയെന്ന്. പക്ഷേ റോസ് ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുണ്ട്, മാഷാഅല്ലാ. അവളോട് പറയാറാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ആക്റ്റീവ് ആവുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ ആവും കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ. ഇതാണ് അമ്മായിട്ടോ. അപ്പോൾ ഉപ്പ ഞങ്ങൾക്കുള്ള സാധനം കൊണ്ട് വന്നതാണ്. അതിന് ഉപ്പനകത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴി നാത്തൂൻ്റെ മോളെ റെയിൽവേ സ്റ്റേഷനിൽ എടുക്കാനുണ്ടായിരുന്നു. അവൾ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയമാണ്. അങ്ങനെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് വന്നു. പിന്നെ ഒരു തിരക്ക് തന്നെയായിരുന്നു, ഗസ്റ്റുകൾ വരലും പോലൊക്കെ ആയിട്ട്. ഞാനൊന്നും എടുത്തിട്ടില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങളിതാ പോകുന്ന ആ ഒരു ഇതാണ്. ഉപ്പയും ഉമ്മയും ആണ് നമ്മളെ കൊണ്ടാക്കാൻ വരുന്നത്. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു
എല്ലാവരുടെയും ഫേസും തിരിച്ച് പോകുമ്പോഴുള്ള ഒരു ഫേസും അത് എന്താ പറയുക പ്രവാസികൾക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ ആ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ കേൾക്കുമ്പം ചിലരൊക്കെ വിചാരിക്കണം എന്തിനാ പോകുന്നത് എന്നുള്ളത്. അതിനുള്ള ഉത്തരം എനിക്ക് പറയാനില്ല. കാരണം ഞങ്ങൾ ഇവിടെ UAE-യിലാണ് താമസിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പോവാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് പോകുന്നത്. ഇൻഷാ അള്ളാ വീടൊക്കെ ഹൗസ് വാമിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഞങ്ങൾ നാട്ടിൽ സെറ്റിൽ ആവാനാണ് പ്ലാൻ. ഇൻഷാ അള്ളാ എല്ലാവരും ദുആയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഉമ്മാൻ്റെ ഫേസൊക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. എല്ലാ പ്രാവശ്യവും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഫേസ് ഇങ്ങനെ തന്നെയാണ്. പിന്നെ പോകുമ്പം എന്തായാലും അവർക്കൊരു വിഷമമാണ്. എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലല്ലേ പോകുന്നത്. ഇൻഷാ അല്ലാ എന്നാലും ഒരു വിഷമം തന്നെയാണ് പോകുമ്പോൾ. ഓക്കെ, അങ്ങനെ റൂയിമോൾ പോകുന്ന സമയത്ത് ഇങ്ങനെ കരയേണ്ടതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഉപ്പാനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഉപ്പ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉമ്മ എന്തൊക്കെയോ കിൻഡർ ജോയൊക്കെ പാക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അവൾക്കും റൂയിമോൾക്കും നാട്ടിൽ നിൽക്കാനാണ് കൂടുതലും ഇഷ്ടം. അതുപോലെ കുറേ ആൾക്കാർ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കും നിങ്ങളിങ്ങനെ നാട്ടിലേക്ക് പോകലും വരലും തന്നെയാണല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള കാരണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കുറേ കാര്യത്തിനായിട്ട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ വീട് പണി നടക്കുകയാണ് അപ്പോഴും ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വരുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും പോയി കളിക്കുകയല്ല കേട്ടോ. പിന്നെ ഉപ്പയും ഉമ്മയും വരുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ പുലർച്ചെയല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ദോശ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയുള്ളൂ. കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ വരുന്ന സമയത്ത് പത്തിരിയും ചിക്കൻ റോസ്റ്റും ഇങ്ങനെ ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്നാണ് കഴിച്ചത്. ഇക്കാക്ക് വേറെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റീനു ബുക്സ് നോക്കുക കേട്ടോ. അപ്പം ബുക്സ് എവിടെയെങ്കിലും കണ്ടാൽ പിന്നെ അതിൻ്റെ പുറകെ തന്നെയാണ്. ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. റാസ് അൽ ഖൈമ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരും. നമ്മൾക്ക് ഇവിടുന്ന് എന്താ പറയുക യാത്ര ചെയ്യുമ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ വേഗം അവിടെ എത്തണം, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ വേഗം ഇവിടെ എത്തണം, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം റാസ് അൽ ഖൈമ എയർപോർട്ടിലോട്ടായതുകൊണ്ട് തന്നെ എന്താ പറയുക രാവിലെ എടുക്കാൻ തന്നെ കാരണം രാത്രിയിൽ അവിടേക്ക് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത്. പിന്നെ റാസ് അൽ ഖൈമയിലോട്ടായതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയും. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല. എല്ലാ പ്രൊസീജിയേഴ്സും വേഗം കഴിയും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ വേഗം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇല നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ജസ്റ്റ് ഒന്ന് പാകിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് മാത്രമേ ഇലകൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പടർന്നിട്ടുണ്ട്. നമ്മൾ നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അവിടെ പ്രാവ് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ബാൽക്കണി നന്നായിട്ട് പച്ചപ്പൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും ഇക്കാക്കും തിരിച്ചിങ്ങോട്ട് വരാനുള്ള ഒരു സന്തോഷം ഇതായിരുന്നു. ഈ ഇലകൾ എത്രത്തോളം ഉണ്ടാവും, മത്തൻ്റെ ഇല നമുക്ക് കഴിക്കാൻ ഉണ്ടാവും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷെ നമ്മളിതുവരെ അതിന് എടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ മുളകും തൈകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനിയിപ്പോൾ മാറ്റി കുഴിച്ചിടണം. അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അതൊക്കെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വേറെ ബാൽക്കണിത്തെ സീനുകളാണ് കേട്ടോ. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സും കുഴപ്പമില്ലാണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. ഇക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലകൾ കാണാനും അതുപോലെ ഇത് ഉണ്ടാക്കാനൊക്കെ. ഇക്ക റെഡിയാക്കിയതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്നും ഒരു ഇല പോലും എടുക്കാൻ സമ്മതിക്കില്ല. അതാണ് രസം. താഴെയുള്ള ഇലയൊന്നും എടുക്കാമെന്ന് പറഞ്ഞാൽ പോലും കിട്ടൂല. അപ്പം കാണാനുള്ളൊരു ഭംഗിക്കാണ് വെക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.